ഹായ് എവരി വൺ, വെൽക്കം ടു AM ഫുഡ് കോർട്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷാണ്, ചിക്കൻ പാസ്റ്റ വിത്ത് വൈറ്റ് സോസ്. അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് ചിക്കൻ. ഞാൻ 3 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പാസ്റ്റ, പിനി പാസ്റ്റ, പാർമസൻ ചീസ്, ഹെവി ക്രീം, ബട്ടർ, ഗാർലിക് പൗഡർ, ഒണിയൻ പൗഡർ, സം കോൺ സ്റ്റാർച്ച്, സാൾട്ട്, പെപ്പർ. ഇത് ചിക്കൻ ഫ്ലേവറാണ്. ഇത് നിർബന്ധമില്ല, ഇത് വേണം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമുക്കിവിടെ ഇത് ബ്രെഡ്, ഇത് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാം. അതിൻ്റെ സൈഡായിട്ട് ഗാർലിക് ബ്രെഡ്, സം പാഴ്സലി. അതിന് നമുക്കിപ്പം ചിക്കൻ സീസണിങ് ചെയ്യണം. ഇത് ചിക്കൻ നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, കീറണം. ഇത് ഇത്രയും കനം കുറയുമ്പോൾ ഇത് കുക്ക് ചെയ്യുന്നതും വളരെ ക്രഞ്ചിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ചിക്കൻ ഇപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇത് 2ആയിട്ട് കീറി. ഇനി നമുക്കതിന് സീസണിങ് ചെയ്യണം. ഇനി നമുക്ക് സീസൺ ചെയ്യാം. അതിന് നമ്മൾ ആദ്യം ഇച്ചിരി ഒലിവ് ഓയിൽ, ഇറ്റാലിയൻ ഫുഡിനെല്ലാം ഒലിവ് ഓയിലാണ് ചേർക്കേണ്ടത്. ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഇച്ചിരി ഒലിവ് ഓയിൽ ഡ്രസ്സിൽ ചെയ്യണം. 2 സൈഡ്. സാൾട്ട്, പെപ്പർ, onion powder, garlic powder. Other side. Salt, pepper, onion powder, ഗാർലിക് പൗഡർ. ചിക്കൻ സീസൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാഴ്സലി ഒന്ന് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. പാഴ്സലി ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. വളരെ ചെറുതായിട്ടുള്ള പൊടിയായിട്ട് കട്ട് ചെയ്യണം. ഇനി ഈ ചിക്കൻ നമുക്ക് പാനിനകത്ത് ഫ്രൈ ചെയ്തെടുക്കണം, പാൻ ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അല്പം ഒലിവ് ഓയിൽ ഒഴിക്കുവാണ്. ചിക്കൻ നമുക്ക് പാനിനകത്ത് ഫ്രൈ ചെയ്യാം. സെവൻ മിനിറ്റ് രണ്ട് സൈഡും കുക്ക് ചെയ്യണം. ഇനി ആ സമയത്ത് നമുക്ക് ഈ പാസ്റ്റ കുക്ക് ചെയ്യാം. ഞാനിത് വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് പാസ്റ്റ അപ്ലൈ ചെയ്യാം. ഇച്ചിരി ബട്ടർ പാസ്റ്റയ്ക്ക് തരണം. പിന്നെ ഒരു സാൾട്ട്. ഇത് മറിച്ചിടാം. ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ പാസ്റ്റ ഇവിടെ ഒരു 2-3 മിനിറ്റ് കൂടെ നമ്മൾ കുക്ക് ചെയ്യും. ഇത് സോഫ്റ്റ് ആയാൽ മതി. പാസ്റ്റ സോഫ്റ്റ് ആയാൽ മതി. കയ്യിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റി വെച്ച് അല്പം കൂളായി കഴിയുമ്പോൾ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. പാസ്തയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് സ്ട്രെയിൻ ചെയ്യാം.
ഇനി നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കേണ്ടത് സോസാണ്, വൈറ്റ് സോസ്, പാസ്ത സോസ്. അതിനായിട്ട് കുറച്ച് ബട്ടർ ഇടണം ആദ്യം. പാനിവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഹെവി ക്രീം ഒഴിക്കാം. പിന്നെ ഗാർലിക് പൗഡർ. ഇനി നമുക്ക് കുറച്ച് സാൾട്ട് ഇടാം ആവശ്യത്തിനുള്ളത്. പിന്നെ പെപ്പർ. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കിനി പാർമസൻ ചീസ് ഇടണം. രണ്ട് കപ്പിടാം. നല്ലതായിട്ട് മെൽറ്റ് ചെയ്യണം. ഞാൻ ഇച്ചിരി ചിക്കൻ ഫ്ലേവർ കൂടി ഇടുവാണേ. ഇത് കടയിൽ മേടിക്കാൻ കിട്ടുന്ന ചിക്കൻ ഫ്ലേവർ. പിന്നെ പാഴ്സൽ. കുറച്ച് കോൺസ്റ്റാർച്ച് ഒഴിക്കും, കുറച്ച് തിക്കൻസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ കട്ട് ചെയ്യണം, സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ചിക്കൻ ഞാൻ കട്ട് ചെയ്തു, അത് ഇവിടെ സൈഡിൽ വെക്കുവാണ്. പിന്നെ നമുക്കിനി ഉണ്ടാക്കേണ്ടത് ഗാർലിക് ബ്രെഡാണ്. ഗാർലിക് ബ്രെഡിന് ഈ ലോങ് ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് നടുകെ കട്ട് ചെയ്ത് വെച്ച് ഞാൻ ആ ബ്രെഡിൻ്റെ പകുതി എടുത്തുള്ളൂ. ഇത് നമുക്കിനി ഗാർലിക് ചെയ്ത് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഇത് ബട്ടറിനകത്ത് ഗാർലിക് ഇടണം, ഗാർലിക് പൗഡർ പക്ഷെ നല്ലതായിട്ട് ഇടണം, 3 ടേബിൾ സ്പൂൺ. പിന്നെ പാഴ്സൽ നല്ലതായിട്ട് മിക്സ് ചെയ്യും. ഇവിടെ മിക്സ് ചെയ്ത് പിന്നെ നമുക്കിനി ബ്രഷ് കൊണ്ട് ബ്രെഡ് തേക്കണം. പാഴ്സലിലേക്ക് നല്ലതായിട്ട് ഇത് പിടിക്കണം. ഇനി നമുക്കിനി ഗാർലിക് ബ്രെഡ് ഞാൻ ബട്ടറെല്ലാം നല്ലതായിട്ട് തേച്ചു. ഇനിയിപ്പം ഇത് ടോസ്റ്റ് ചെയ്യണം, പാനെ ടോസ്റ്റ് ചെയ്യണം. അപ്പോൾ പാനോട് വെച്ച് പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ ബ്രെഡ് ഇവിടെ ടോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോൾ മറിച്ചിടാതെ ആ സൈഡായിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ചെയ്യാം. നല്ല ഗോൾഡൻ കളറിൽ ടോസ്റ്റ് ചെയ്തിരിക്കുന്നു.
രണ്ട് സൈഡ് ഇതുപോലെ ടോസ്റ്റ് ചെയ്യും. പ്ലേറ്റിലോട്ട് ഇത് മാറ്റുവാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഗാർലിക് ബ്രെഡ്. അപ്പം നമുക്കിനി പാസ്ത ഫിക്സ് ചെയ്യണം. ചിക്കനും കൂടെ ഇച്ചിരി ബട്ടർ ഒഴിട്ട് കുറച്ച് പാസ്തയാണ്. നമുക്കൊരു സെർവിനുള്ള പാസ്തയാണ്. ചിക്കൻ ഞാൻ ഈ സോസ് കുറച്ചും ഒഴിക്കുവാണ്. നല്ലതായിട്ട് മിക്സ് ചെയ്യും. പിന്നെ കുറച്ച് പാർമസൻ ചീസ്. ശരി, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഈ പ്ലേറ്റിലോട്ട് ഞാൻ സെറ്റ് ചെയ്യുവാണ്. കുറച്ച് പാഴ്സൽ ഇടാം. പിന്നെ സൈഡ് ഗാർലിക് ബ്രെഡ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പാസ്ത വിത്ത് വൈറ്റ് സോസ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.